നമസ്കാരം. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് ജയിലിനുള്ളിൽ കൂലിയായി ലഭിക്കുന്നത് 105 രൂപ. കൊൽക്കത്തയിലെ പ്രസിഡൻസി സെൻട്രൽ ജയിലിലാണ് സഞ്ജയ് റോയ് കഴിയുന്നത്. നിലവിൽ അനുവദിച്ച സെല്ലിനുള്ളിൽ നടക്കാനും വ്യായാമം ചെയ്യാനുമാണ് സഞ്ജയ് റോയ്ക്ക് അനുമതിയുള്ളത്. ഗാർഡുമാരുടെ നിരീക്ഷണത്തിലാണ് സെല്ലിന് പുറത്തിറങ്ങാൻ സാധിക്കുക. വിചാരണ തടവുകാരനല്ലാത്തതിനാൽ ഇനി ജയിലിലെ കാഠിന്യമേറിയ ജോലികൾ സഞ്ജയ് റോയ് ചെയ്യേണ്ടി വരുമെന്ന് ജയിൽ അധികൃതരെ ഉദ്ധരിച്ച് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ പ്രവൃത്തി പരിചയമില്ലാത്തതിനാൽ ശാരീരിക അധ്വാനമുള്ള ജോലികളാവും നൽകുക. ഇതിന് ദിവസം 105 രൂപ കൂലിയും നൽകുമെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. തോട്ടം പരിപാലിക്കാനടക്കമുള്ള ജോലികൾ പ്രതിക്ക് നൽകും. തുടക്കത്തിൽ അപ്രന്റീസ് ആയിട്ടാവും ജോലി. ഇനിയുള്ള കാലം ഈ ജയിലിനുള്ളിലാവും പ്രതി കഴിയുക. നിലവിൽ അവിദഗ്ധ തൊഴിലാളികൾക്ക് ദിവസം 105 രൂപയും അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് 120 രൂപയും വിദഗ്ധ തൊഴിലാളികൾക്ക് 135 രൂപയുമാണ് വേതനമായി നൽകുന്നത്. വസ്ത്രനിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, അലൂമിനിയം പാത്ര നിർമ്മാണം എന്നിവയടക്കമുള്ളവയാണ് ജയിലിനുള്ളിൽ കാഠിന്യമേറിയ ജോലികളായി നിരീക്ഷിക്കുന്നത്. അതേസമയം കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. 6 ലക്ഷം രൂപ പിഴ കൊടുക്കണം. ജീവിതാവസാനം വരെ ജയിലിൽ തുടരണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന വാദം കോടതി തള്ളി. പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കരുതെന്ന് കോടതി പറഞ്ഞു. ഇരയുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനാണെന്നും കോടതി പറഞ്ഞു. അതേസമയം നഷ്ടപരിഹാര തുക വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്നായിരുന്നു കോടതി വിധിച്ചത്. കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഭാരതീയ ന്യായ സംഹിത 64-ാം വകുപ്പ് പ്രകാരം 10 വർഷത്തിൽ കുറയാത്തതും 66-ാം വകുപ്പ് പ്രകാരം 25 വർഷമോ അല്ലെങ്കിൽ വധശിക്ഷ ലഭിച്ചേക്കാമെന്നായിരുന്നു നേരത്തെ ജഡ്ജി പറഞ്ഞത്. താൻ യാതൊരു തെറ്റും ചെയ്തില്ലെന്നും പോലീസ് തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു പ്രതിയുടെ വാദം. യഥാർത്ഥ പ്രതികൾ കാണാമറയത്താണെന്നും സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചിരുന്നു. രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം. ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറി. 2024 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി 11 മണിക്ക് തന്നെ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു. തുടർന്ന് പുലർച്ചെ 4 മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നാലെ 40 മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനെ ചെറുത്തതോടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും പ്രതിഷേധം ഇരമ്പി. ഓഗസ്റ്റ് 10-ാം തീയതി സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും ആശുപത്രി കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിഷേധം ശക്തമായതോടെ കോടതി പിന്നീട് കേസ് CBIക്ക് കൈമാറി. കുറ്റകൃത്യത്തിൽ സഞ്ജയ് റോയ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്നും ചെരുപ്പിൽ നിന്നും വനിതാ ഡോക്ടറുടെ രക്തസാമ്പിളുകൾ കണ്ടെത്തുകയും അത് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അന്വേഷണം വൈകിപ്പിക്കുന്നതിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, പോലീസ് ഉദ്യോഗസ്ഥനായ അഭിജിത്ത് മൊണ്ടാൽ എന്നിവരെയും CBI അറസ്റ്റ് ചെയ്തിരുന്നു. 2024 നവംബർ 4-നാണ് കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ CBI സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. നവംബർ 11-ാം തീയതി കേസിന്റെ വിചാരണ ആരംഭിച്ചു. വിചാരണ മുഴുവനും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. വിചാരണ നടപടികൾ ക്യാമറയിലും പകർത്തിയിരുന്നു.